വൈകിട്ട് പീലിയെ സ്കൂളിൽ നിന്ന് വിളിച്ചോണ്ട് വന്ന് ഫുഡൊക്കെ കൊടുത്ത് കുളിപ്പിച്ച് ഞാൻ അങ്ങോട്ട് ഒരുക്കിയപ്പോഴത്തേക്ക് പുള്ളിക്കാരിക്ക് അതങ്ങോട്ട് പിടിച്ചില്ല. അതിന്റെ എക്സ്പ്രഷനാണ് നിങ്ങൾ ഇപ്പൊ കണ്ടത്. അവസാനം ദേഷ്യം പിടിച്ച് എന്റെ കയ്യിൽ നിന്ന് സ്ലൈഡൊക്കെ പിടിച്ചു വാങ്ങി തന്നെ താൻ ഒരുങ്ങിയിട്ടുണ്ട്. അങ്ങനെ അവളെ ഒതുക്കി ഒരിടത്തോട്ട് ഇരുത്തിയിട്ട് ഞാൻ അങ്ങ് മീൻ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി. ഇപ്പൊ ഈ വൈകിട്ട് ഇങ്ങനെ മീൻ കണ്ടിച്ചു വെച്ച് കഴിഞ്ഞാൽ രാത്രി ആകുമ്പോഴത്തേക്ക് പെട്ടെന്ന് എടുത്ത് കറി വെക്കാം. രാത്രിയിൽ ഇങ്ങനെ മീൻ കറി വെച്ച് വെച്ചാൽ മൂന്നുണ്ട് ഗുണം. നല്ല അടിപൊളി മീൻ കറി കിട്ടുകയും ചെയ്യും. പിറ്റേന്ന് രാവിലെ പീലിക്ക് സ്കൂളിലും കൊടുത്തുവിടാം. അന്നത്തെ ദിവസം എനിക്ക് അടുക്കളയിൽ കിടന്ന് മെഴുകുകയും വേണ്ട. അതൊക്കെ കഴിഞ്ഞ് പീലിയെ ട്യൂഷനിലോട്ട് ആക്കിയിട്ട് ഞങ്ങൾ അങ്ങ് ജിമ്മിലോട്ട് പോയി. പുതിയ ജിമ്മിലെ എല്ലാ മെഷീനിലും ഞാൻ കയറി ഇറങ്ങി നിരക്കിയിട്ടുണ്ട്. അങ്ങനെ കസർത്തൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിൽ വന്നൊരു കുളിയും പാസാക്കി അങ്ങ് അടുക്കളയിലോട്ട് കയറി. ഇന്നിവിടെ കടലിലെ നല്ല കുഞ്ഞ് അഴുകുമീനാണ് കിട്ടിയത്. അതുകൊണ്ട് തന്നെ ഞാനത് കുടമ്പുളിയിട്ട് മുളകറി വെക്കാൻ വേണ്ടിയിട്ട് അടുപ്പിലോട്ട് ആക്കി കൂട്ടത്തിൽ പുട്ടിന് നനച്ചും വെച്ചു. അതാവുമ്പോൾ മീൻകറിയൊക്കെ റെഡി ആയിട്ട് കഴിക്കാറാകുമ്പോഴത്തേക്ക് നല്ല ചൂടോടെ പുട്ടുപൊഴിഞ്ഞ് കഴിക്കാമല്ലോ. രാത്രിയിൽ ഞാനിങ്ങനെ അടുക്കളയിൽ കയറുന്ന ദിവസങ്ങളിലെല്ലാം എന്റെ മെയിൻ ജോലിയായിട്ടുള്ള പീലിയെ പഠിപ്പിക്കല് അതങ്ങ് ഏട്ടനെ ഏറ്റെടുത്തോളും. പിന്നെ കുറച്ച് തുണി മടക്കി വെക്കാനുണ്ടായിരുന്നു. അതൊക്കെ ചെയ്ത് വെച്ചിട്ട് നല്ല ചൂട് പുട്ടും മീൻകറിയും കൂട്ടി ഒരു പിടി പിടിച്ചു. അപ്പൊ ഓക്കെ ബൈ.